അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ സവിശേഷം പരിപാടിയിൽ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സ്റ്റേഷനിലെ ബഹുമാനായ ഷാജഹാൻ സാർ, പോലീസ് ഓഫീസറാണ് നമ്മുടെ കൂടെയുള്ളത്. സവിശേഷം പ്രോഗ്രാമിൽ എന്തുകൊണ്ടാണ് ഒരു സവിശേഷത നമ്മുടെ സാറിനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ സവിശേഷം പരിപാടിയിൽ സാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നമുക്ക് കേൾക്കാനുള്ളതെന്ന് അറിയാം. ആദ്യമായി പ്രോഗ്രാമിലേക്ക് സാറെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സാറേ, നമ്മൾ ഒരു പോലീസ് ഓഫീസർ എന്ന ഒരു പദവിക്കപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിൽ ഈ അടുത്ത് ഞാൻ യൂട്യൂബിലൊക്കെ കാണുകയുണ്ടായി, പല സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി സാറുടെ ഒരു പ്രത്യേകത കലണ്ടർ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാറ് പറയുന്ന പോലെ തന്നെ ആളുകൾ ഇങ്ങനെ ഒരു ഒഴുക്കിലിങ്ങനെ പോവുകയാണ്. അപ്പോൾ മാറ്റങ്ങൾ പലതിലും ഓരോ അനുദിനം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യൻ്റെ കാലഗണനയിൽ മാറ്റങ്ങളെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, ട്രഡീഷണലായിട്ട് ഇങ്ങനെ കടന്നു പോകുന്നു. അവിടെയാണ് സാർ ഒരു പുതിയ തിരുത്ത് കൊണ്ടുവരുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ, ലോകാടിസ്ഥാനത്തിൽ അംഗീകരിക്കുന്ന കലണ്ടറിൽ പുതിയ മാറ്റങ്ങൾ, അതിലൊരുപാട് പോരായ്മകളുണ്ട് എന്ന് പറയുന്നു. സത്യത്തിൽ എന്താണ് ഈ കലണ്ടറിലുള്ള പ്രശ്നം? മനുഷ്യനെ ഏതൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, പഠനം നടത്തിയിട്ടുണ്ടോ, ആ വിഷയങ്ങളിലെല്ലാം മനുഷ്യൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. കലണ്ടർ സിസ്റ്റത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു ചിന്തയോ പഠനമോ നടത്തുന്നില്ല എന്നതാണ് എനിക്കൊരു 1.5 വർഷത്തിൽ എനിക്ക് മനസ്സിലായത്. നമ്മളൊരു 3-4 മാസങ്ങൾ കഴിഞ്ഞാൽ 2026 കലണ്ടർ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് ചെയ്തിട്ട് എല്ലാ സ്ഥാപനങ്ങളിലും, എല്ലാ വീടുകളിലും, എല്ലാ ഓഫീസിലും അത് കൊണ്ടുപോയി തൂക്കും. എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കും. അതൊരു വർഷത്തെ ടൈം ടേബിളാണ്. അതിൽ നോക്കണം നമ്മൾ സൺഡേ എന്നാണ്, സെക്കൻഡ് സാറ്റർഡേ എന്നാണ് ഈസ്റ്റർ, എന്നാണ് വിഷു. ആ ഒരു കലണ്ടർ മറിച്ച് നോക്കുകയാണ്. അതൊരു 12 പേജുള്ളത് ഒരു സംഭവം. ആ ഒരു കലണ്ടർ ഉണ്ടാക്കിയത് 2025 വർഷം മുന്നേ ജീവിച്ച അന്നത്തെ കാലത്തെ മനുഷ്യരുടെ ചിന്താഗതിയും സങ്കല്പത്തിൻ്റെയും അനന്തരഫലമാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കലണ്ടർ സിസ്റ്റം. അന്ന് ഭൂമി ഉരുണ്ടതാണെന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. ഇവിടെ കോപ്പർനിക്കസ് ജനിക്കുന്നത് 1473 അദ്ദേഹമാണ് എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റിയാണ് സഞ്ചരിക്കുന്നത്, സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയ അദ്ദേഹം. ഇനി ഗലീലിയോ ജനിക്കുന്നത് 1500 കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹത്തെ തുറങ്കലിൽ തുറങ്കലിൽ കടന്ന് മരിക്കേണ്ടി വന്നു, ഭൂമി ഉരുണ്ടതാണ് കണ്ടെത്തിയത്. ഇനി റേഡിയോ കണ്ടെത്തിയത് മാർക്കോണി, 150 വർഷമായിട്ടില്ല. അദ്ദേഹം ലോകത്തോട് പറയാണ്, വായുവിലൂടെ ശബ്ദ സന്ദേശം അയക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഞാൻ കണ്ടെത്തിയെന്ന്. അപ്പം ആ കാലത്ത് ഇതൊന്നും യാഥാർത്ഥ്യമല്ലാത്തൊരു സംഭവമാണ്. മനുഷ്യനാണെന്ന് പോലും ചിന്തിക്കാതെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല. കാരണം എവിടെയെങ്കിലും ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ അദ്ദേഹം മരിച്ചു വീണിട്ടുണ്ടാവും, ഒരു 300 വർഷം മുമ്പ് വരെ. ലോകത്ത് അത്ഭുതങ്ങളും മാറ്റങ്ങളും ഒക്കെ കണ്ടെത്തി ഒരു 150-200 വർഷമായിട്ടുള്ളൂ. ലോകത്തൊരു വാഹനം ഓടാൻ തുടങ്ങിയത് നമുക്കറിയാം, ചിന്തിച്ചാൽ ഒരു 250 വർഷം. അതിൻ്റെ ബാക്കോട്ട് ലോകത്തൊരു വാഹനം ഓടിയിട്ടില്ല. അത് ഇന്നത്തെ മാതിരിയുള്ള സിസ്റ്റത്തിൽ ഒരു വേഗതയിൽ ഓടില്ല. ആ പവർ സ്റ്റാറിങ്, പവർ വിൻഡോ, ABS ബ്രേക്ക്, അങ്ങനത്തെ സിസ്റ്റങ്ങളൊന്നുമില്ല. ഒരു വാഹനം ഇങ്ങനെ ക്രമേണ ഓടി. മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച് പ്രവർത്തിച്ച് ഓരോരോ കണ്ടെത്തലിൻ്റെ അനന്തര ഫലങ്ങളാണ് നമ്മളിപ്പം സംസാരിക്കുന്നതും ഈ ഇരിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ, എല്ലാ സിസ്റ്റങ്ങളും. പക്ഷേ ഈ ഒരു കലണ്ടർ സിസ്റ്റത്തിൽ മാത്രം ഒരു അപ്ഡേഷൻ ഇല്ലാതെ, ഒരു മാറ്റവും ഇല്ലാതെ, എന്തിനോന്നറിയാതെ. എന്നാൽ കലണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാങ്കല്പിക സംഭവമാണ്. ഡേറ്റ്, ദിവസം എന്ന് പറഞ്ഞ സംഭവമില്ല. മനുഷ്യൻ നമ്മളെ ജീവിത രീതി എളുപ്പമാവാൻ നമ്മൾ സങ്കല്പിച്ചെടുത്തതാണ്. ഇന്ന് ജനുവരി 31 സങ്കല്പിച്ചാൽ ഏതൊരാളോടും നാളെ എത്ര ഡേറ്റ് ചോദിച്ചാൽ ജനുവരി 32 എന്ന് പറയില്ല. അത് ഓട്ടോമാറ്റിക് മനസ്സിലായി ജനുവരി 31 ഉള്ളൂ, പിന്നെ നമ്മൾ അടുത്ത മാസത്തേക്ക് ചാടും എന്നുള്ളത്. ഇന്ന് സാറ്റർഡേ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സാറ്റർഡേ ആണെന്ന്? ഫ്രീക്വൻസി ഇല്ല, സിഗ്നൽ ഇല്ല, വേവ് ലെങ്ത് ഇല്ല, ടേസ്റ്റ്, രുചി, സ്മെല്ലൊന്നുമില്ല. ഇന്ന് സാറ്റർഡേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലോകത്തൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇന്നലെ ഏതാ ദിവസം നോക്കുക. ഇന്നലെ വെള്ളി ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് സാറ്റർഡേ ആയത്. നാളെ ഇനി സൺഡേ ആവാനുള്ള കാരണം ഇന്ന് സാറ്റർഡേ ആയി എന്നുള്ളതാണ്. അല്ലാതെ ഇതിൻ്റെ പിന്നിൽ കണ്ടെത്താൻ ലോകത്തൊരു ഉപകരണത്തിന് കഴിയൂല. അങ്ങനെ സംഭവമില്ല. മനുഷ്യൻ ഒരു എളുപ്പമാവാൻ അപ്പം അത്രയും കാലം മുന്നേ കണ്ടെത്തിയ ഒരു സിസ്റ്റത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. ഇതെന്തിനാണ് ഇതിൻ്റെ പിന്നിൽ തന്നെ ഇതന്നെയാണ് ശരിയെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതല്ല ശരി, ഇത് നമ്മൾ എളുപ്പമാവാൻ കണ്ടെത്തിയത് സിസ്റ്റം. ഈ സാർ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഇയർ പറയും, ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇയർ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല ജസ്റ്റ് ഒരു ഇയർ മാത്രം പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു 1921 1921 എന്നാണ്
വർഷം തുടങ്ങിയത് ജനുവരി 1 ഏത് ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഇല്ല. ആ ന്യൂ ഇയർ എന്നാണ്, റിപ്പബ്ലിക് എന്നാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. നമ്മൾ വലിയ ആഘോഷമായിട്ട് ഇത് പലതും സംഭവിക്കും. ഇപ്പം ഈസ്റ്റർ എന്ന് ചോദിച്ചാൽ ഏത് ദിവസം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ചാന്ദ്രദിനം, ഹിരോഷിമ ദിനം, നാഗാസാക്കി ദിനം, ഇതൊക്കെ നമ്മൾ ആഘോഷിച്ചിട്ടുണ്ട് ആ വർഷത്തിൽ. പക്ഷെ ആ ചോദിച്ചതിലൊന്നും ഏത് ദിവസമാണെന്ന് പറയാൻ തിരിച്ചറിയാൻ മാർഗമില്ല. പക്ഷെ ഇത് കണ്ടെത്തിയ അന്ന് പോലെ രണ്ട് ട്രാക്കിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഡേറ്റ് 1, 2, 3, 4 അങ്ങനെ 30, 31, 29, 28 ആ ഒരു ഇതിൽ പോകുന്നു. ദിവസം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ അങ്ങനെ പോകുന്നു. ഇത് രണ്ട് ട്രാക്കിലായി. അന്ന് മുതലേ അങ്ങനെ 2 ട്രാക്കിലായി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ ഇത് രണ്ടും ഒരേ ട്രാക്കിലായിരുന്നെങ്കിൽ ലൈഫ് വളരെ ഈസി ആകുമായിരുന്നു. ലോക ജനങ്ങൾക്ക് തന്നെ വളരെ വളരെ നല്ലൊരു ലൈഫ് കിട്ടുമായിരുന്നു. പക്ഷേ അത് പറയുമ്പോഴേക്ക് ഇപ്പോൾ ആളുകൾക്ക് എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള ഈ കലണ്ടറിൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്ത് എളുപ്പം കിട്ടുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ലളിതമായിട്ട് എങ്ങനെ പറയാം? ഓക്കെ. ഞാൻ ഇതിൻ്റെ പോരായ്മകൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് അത് മനസ്സിലാവുക. എന്നാൽ ഇതിനൊരു ലോജിക്കില്ല, ബേസ് ഇല്ല. ഇത് എന്തുകൊണ്ട് ജനുവരി ഞാൻ പറയുകയാണ് ഒരു 5 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എന്ന് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ ജനിച്ചിട്ട് ഇപ്പോൾ ഒരു 30-40 വയസ്സായി, ഏകദേശം 40 വർഷം ഭൂമി കറങ്ങി എന്നുള്ളതാണ് 40 വയസ്സായി എന്ന് പറഞ്ഞാൽ. അപ്പം ഒരു 5 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ്? നമ്മൾ ഇത്രയും ആക്യുറേറ്റ് പറയാനില്ല. നമ്മൾ ചിന്തിക്കണം 28, 29, 30 എന്നാൽ എന്തിനാണ് 28 വന്ന്? എന്തിനാണ് അവർ 28? ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഡിസംബർ പണ്ട് 30 ഉണ്ടായിരുന്നുള്ളൂ, ഓഗസ്റ്റ് 30 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരിത് 31 ആക്കാൻ കാരണം ഈവൻ നമ്പർ ഇവർക്ക് അൺലക്കി നമ്പറായിട്ട് തോന്നി. 2025 വർഷം മുന്നേ ജീവിച്ച ആർക്ക് അൺലക്കി നമ്പറായിട്ട് അന്ന് തോന്നിയത് നമ്മളെന്തിനാ ഇപ്പോഴും അതെന്നെ കൊണ്ടു നടക്കുന്നു? അത്രയും പണ്ട് 10 മാസം ഉണ്ടായിരുന്നുള്ളൂ കലണ്ടർ സിസ്റ്റത്തിൽ. ഈ പേര് തന്നെ ശ്രദ്ധിച്ചാൽ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 7 ആണ്. സെപ്റ്റംബർ 7ാമത്തെ മാസമായിരുന്നു. ഒക്ടോബർ 8ാമത്തെ മാസമായിരുന്നു. നവംബർ 9, ഡെക്ക 10, ഡിസംബർ 10ാമത്തെ മാസം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവർ അവസാനം കണ്ടെത്തിയ 2 മാസം ആദ്യത്തെ കൊണ്ടുപോയിട്ട് ജനുവരിയും ഫെബ്രുവരിയും. പണ്ട് മാർച്ച് ആയിരുന്നു ഫസ്റ്റ് മാസം. അങ്ങനെയാണ് ഈ ഫെബ്രുവരിയിൽ 28 ദിവസമായി. ഞാൻ ചോദിക്കുകയാണ്, 5 മാസം എന്ന് പറഞ്ഞാൽ 151 ദിവസമാണ്. ആ ഒരു ദിവസമാണ് ഇത്രയും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ കൊണ്ടുപോയിടുന്നത്. ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഇതും 3 പാടെ കൂട്ടിയാൽ 90 ദിവസമാണ്. ഇത് 3 30 ആണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു? ഒന്നും സംഭവിക്കില്ല. മനുഷ്യൻ്റെ ഓരോ ചിന്താഗതിയും സങ്കല്പമാണിത്. അപ്പോൾ അത്രയും വർഷം മുന്നേ അങ്ങനെ സങ്കല്പിച്ചു, ആദ്യ സിസ്റ്റത്തിന് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. എന്നാൽ എന്തിനാണ് ഇതുവരെ ജനുവരി 31 30 അവിടെ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. പക്ഷേ ഈ ഒരു സിസ്റ്റം ഇങ്ങനെ ഫോളോ ചെയ്യുന്നു, ആൾക്കാരിങ്ങനെ പോകുന്നു. ഇതാണ് ഇതിൻ്റെ ശരി. ഒരു സിസ്റ്റം ഒരുപാട് കാലം ഓടിയാൽ അത് ശരിയാണെന്ന് തോന്നും. എത്ര തെറ്റിയാലും ഒരു സിസ്റ്റം ഒരുപാട് കാലം ഓടി. അപ്പോൾ നമ്മളെ മുൻഗാമികൾ അതാണ് ഓടിയത്, അവരെ മുൻഗാമികൾ അതാണ്, അത് മുൻഗാമികൾ അങ്ങനെ പോകുന്നപ്പോൾ അതാണ് ശരി. നമ്മൾ ഇതിനെക്കുറിച്ച് മാറ്റങ്ങൾ ചിന്തിക്കാനാൽ ഇനി ഒരു 1000 വർഷം കഴിഞ്ഞാലും ഈ ഒരു സിസ്റ്റം തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സ്കൂളൊന്ന് തുറക്കുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുസ്തകം പ്രിന്റ് ചെയ്തിട്ട് ഒരു 2 മാസം മുന്നേ പ്രിന്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഇയറിലെ 2026 എന്ന് സ്കൂൾ തുറക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ. ഈ കലണ്ടർ സിസ്റ്റത്തിന്റെ പോരായ്മയാണിത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കണേ. നമ്മളെ പുതിയ കലണ്ടർ സിസ്റ്റം ഉണ്ട്. അത് നമ്മൾ എല്ലായിടത്തും മെയിൽ ചെയ്തിട്ടുണ്ട്. ആരും ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും 2029 പുതിയൊരു കലണ്ടർ സിസ്റ്റം ലോകത്ത് നിലവിൽ വരുമെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് നമ്മൾ. 2029 കാരണം അത്രയും അഡ്വാൻസ്ഡ് ആണ് നമ്മളെ സിസ്റ്റം. ഇത് നമ്മൾ ലോകത്തെ അറിയിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇത് പുതിയൊരു സിസ്റ്റം ഇനി ലോകത്ത് നിലവിൽ വരണോ വരണ്ടെന്ന് തീരുമാനിക്കേണ്ട UN ആണ്. ആ UN പോലും ലോകത്ത് നിലവിൽ വന്നത് 1945. അതിന്റെ മുന്നേ UN ഇല്ല, ആവശ്യമില്ല UN. ഇവിടെ ആപ്പിള് തലേക്ക് വീണാട്ട് ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയില്ല ഐസക് ന്യൂട്ടൺ. അവര് ജനിക്കണിട്ട് 500 വർഷമായിട്ടില്ല. അപ്പോൾ 500 വർഷം മുന്നേ ഗുരുത്വാകർഷണ ബലം ലോകത്ത് കണ്ടെത്തിയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. മനുഷ്യനാണെന്ന് പോലും അറിയാതെ ഇങ്ങനെ നടന്ന് ഭക്ഷണം നോക്കുക, കിടന്നുറങ്ങാന്നല്ലാതെ വേറെ നല്ല വീട്, നല്ലൊരു ബിൽഡിങ്, നല്ല ബിസിനസ്, അങ്ങനത്തെ ഒരു സ്വപ്നങ്ങളൊന്നും 100 വർഷം മുമ്പ് പോലും ഇല്ല. ഇപ്പോഴാണ് മനുഷ്യൻ പുതിയ ചിന്തകളും പുതിയ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ അത്രയും ലൈഫ് ആസ്വദിക്കുന്നത്. സാറേ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അത്രയും ഈ ഒരു പഴക്കം ചെന്ന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മളെ ലൈഫിൽ എവിടേക്കാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കിടക്കുന്നത്? അതെ, ഞാൻ പറയണത് ഒരു 5 മാസം എന്ന് പറഞ്ഞാൽ എത്ര ദിവസം അറിയില്ല. ഞാൻ ഇപ്പോൾ ഒരു 90 ദിവസം ലീവ് വെക്കുകയാണ്, എന്ന് റീജോയിൻ ചെയ്യും? കണക്കൂട്ടി ഇങ്ങനെ കണ്ടെത്തുകയാണ്.
ഒരു കോടതിയിൽ നിന്ന് ഒരു ജഡ്ജി എത്ര വട്ടം ഡയറി മറിച്ച് നോക്കണം ഒരു കേസ് നീട്ടി വെക്കണമെങ്കിൽ? ഇതിനൊക്കെ നമ്മൾ ഈ കലണ്ടറിന് അത്രയും പ്രസക്തി ഉണ്ട്. നമ്മളൊരു ബാങ്ക് സെക്കൻഡ് സാറ്റർഡേ തുറക്കുമെന്ന് ബാങ്ക് മാനേജർക്ക് അറിയും സെക്കൻഡ് സാറ്റർഡേ തുറക്കൂലെന്ന് അറിയും. പക്ഷെ എന്നാ സെക്കൻഡ് സാറ്റർഡേ വരിക, അടുത്ത മാസം എത്രാം തീയതി സെക്കൻഡ് സാറ്റർഡേ വരിക പറയാൻ പറ്റൂല. ഈ ഒരു കലണ്ടർ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നോക്കിയാട്ടേ ഇതിൽ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കലണ്ടർ നോക്കി ഇങ്ങനെ നോക്കി പറയണം. നോക്കിയാട്ടേ പറയാൻ പറ്റുള്ളൂ, നോക്കാതെ പറയാൻ പറ്റില്ലല്ലോ. എത്രയും റിസ്ക് മെത്തേഡാണ്. എന്നാൽ ഇത് രണ്ടും ഒരേ ട്രാക്കിലാണ് പോകണമെന്ന് വെച്ചാൽ നമ്മളെ ഈ കലണ്ടർ സിസ്റ്റത്തിൽ എല്ലാ മാസവും 7, 14, 21, 28 ഞായറാഴ്ച, പിറ്റത്തെ മാസം അതുപോലെ തന്നെ വർഷം മാറുന്നല്ലാതെ കലണ്ടർ മാറില്ല. പിന്നെ അതുകൊണ്ട് നമ്മളെ കലണ്ടർ സിസ്റ്റം ഒരു 2-3 വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ലോകത്ത് നിലവിൽ വന്നാൽ പോലും പിന്നെ കലണ്ടർ എന്നൊരു സംഭവം ഇല്ലാതെയാവും. അതിൻ്റെ നോക്കേണ്ട ഒരു ആവശ്യം ഇല്ലാതാവും. ആളുകൾക്ക് പിന്നെ കലണ്ടറിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് നോക്കേണ്ട ആവശ്യമില്ല. 5-ാം തീയതി 10-ാം തീയതി ദിവസം, 15-ാം തീയതി ദിവസം, അങ്ങനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതൊരേ മോഡൽ റിപ്പീറ്റ് ആയി പോയാൽ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇതൊരു 50-100 വർഷം മുന്നേ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതാവുമായിരുന്നു ശരി. നമ്മളിത് ഇപ്പം നിലവിലുള്ള സിസ്റ്റം ശരിയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ജനിച്ച് വളർന്നപ്പം ഈ ഒരു സിസ്റ്റമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നത്തെ തലമുറ ജനിച്ച് വളർന്നപ്പം ഈ ഒരു സിസ്റ്റമാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുന്നത്തെ തലമുറ ജനിച്ച് വളർന്നപ്പോൾ ഈ ഒരു സിസ്റ്റമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിയായി എന്നേ ഉള്ളൂ. അല്ലാതെ ഇത് നമ്മളെ ഈ ഒരു 800 കോടി ആൾക്കാർ ജീവിച്ചിട്ട് ഇവരാരും കണ്ടെത്തിയതല്ല. ഇതിൻ്റെ മുന്നത്തെ 700 കോടി ആൾക്കാരുണ്ട്, അവർ കണ്ടെത്തിയല്ല. അതിൻ്റെ മുന്നത്തവർ കണ്ടെത്തിയതല്ല. അങ്ങനെ ഒരു 50-100 തലമുറ പിന്നോട്ട് പോയ അവർ കണ്ടെത്തിയതാണെങ്കിൽ, എന്നാൽ ഇത് ഇല്ലാത്ത സംഭവമാണ്. 10,000 വർഷം മുമ്പ് ഇവിടെ മനുഷ്യനുണ്ട്, കലണ്ടറില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സങ്കല്പിച്ചെടുത്ത് ഒരുപാട് പ്രാവശ്യം അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട്. അവസാനമായി ഒരു അപ്ഡേഷൻ വന്നിട്ട് 500 വർഷത്തിന്റെ മീതെയായി. അതെന്തായിരുന്നു അപ്ഡേഷൻ? 1582 ഒക്ടോബർ 4-ാം തീയതി കഴിഞ്ഞിട്ട് ഒക്ടോബർ 5-ാം തീയതി അല്ല വന്നത്, 15-ാം തീയതി വന്നത്. അന്നത്തെ ആ രാജാവിന് ഗിഗോറി രാജാവ് മൂപ്പർക്ക് തോന്നി ഇപ്പം ക്രിസ്മസ് ഒക്കെ ബാക്കോട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളൊരു 10 ദിവസം ബാക്കോട്ട് വലിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ഇതാണ് 4-ാം തീയതി കഴിഞ്ഞിട്ട് 5-ാം തീയതി അല്ല 15-ാം തീയതി ആക്കി. അപ്പോൾ ആ ഒരു കലണ്ടർ സിസ്റ്റം അന്ന് ഒരുപാട് ആൾക്കാർ എതിർത്തിരുന്നു. ആ ഒരു ഓർമ്മക്കാണ് ഇപ്പോഴും നമ്മൾ പിന്നെ ഏപ്രിൽ ഫൂളില്ലേ, ഏപ്രിൽ ഫൂളിൻ്റെ ബേസ് എന്താണെന്ന് വെച്ചാൽ ലോകം മൊത്തം ജൂലിയൻ കലണ്ടർ സിസ്റ്റം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹമാണ് അതിലെ തെറ്റ് കണ്ടെത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ ഗിഗോറിയൻ കലണ്ടർ സിസ്റ്റം ഒഴിവാക്കുകയാണ്. ഇനി മുതൽ ലോകത്ത് പുതിയൊരു കലണ്ടർ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതാണ് ഈ ഗിഗോറിയൻ കലണ്ടർ. മൂപ്പര് കണ്ടെത്തിയ സിസ്റ്റം ജൂലിയൻ കലണ്ടർ പിൻവലിച്ചു ഗിഗോറിയൻ. അപ്പം ഒരുപാട് ആൾക്കാരെ എതിർത്തു, ഒരുപാട് ആൾക്കാരെ അനുകൂലിച്ചു. ഇതിനെ ഏറ്റവും ശക്തമായി എതിർത്ത റഷ്യക്കാരായിരുന്നു. അവരൊരിക്കലും ഇതിനെ ഫോളോ ചെയ്തില്ല. പക്ഷേ ഇവർ രാജാവായതുകൊണ്ട് ശക്തമായി ഓർഡർ ഇട്ട് പാസ്സാക്കി. അപ്പോൾ അതിങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ കുറേ കാലങ്ങൾ കഴിഞ്ഞ റഷ്യ ഇതിലേക്ക് ഫോളോ ചെയ്യലില്ലാതെ രക്ഷല്ല. അങ്ങനെ അവർ ഫോളോ ചെയ്ത ഡേറ്റാണ് ഏപ്രിൽ 1. ആ ഒരു ഓർമ്മക്ക് മറ്റുള്ളവർ പറഞ്ഞാണ്, ഞങ്ങൾ നിങ്ങളോട് ആദ്യം പറഞ്ഞില്ല ഇതിക്ക് പോരി, ഇതാണ് ഇതിൻ്റെ ശരി എന്നുള്ളത്. ആ ഒരു ഓർമ്മക്കാണ് ഇപ്പോഴും ഏപ്രിൽ ഫൂൾ എന്നുള്ള ഒരു സംഭവത്തിൽ നമ്മൾ പണ്ട് ആഘോഷിക്കേണ്ട. ഇനി ഫോൺ വന്നതിൻ്റെ ശേഷം ഏപ്രിൽ ഫൂളിനൊന്നും വലിയൊരു പ്രസക്തി ഇല്ലാതെ. ഇനി സാറ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു കലണ്ടറിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ ഏത് രൂപമായിരിക്കും അത് വരുന്നത്? നമ്മൾ ഇപ്പോഴത്തെ കാലം വളരെ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പാഷനും ഹോബിയായിരുന്നു കലണ്ടർ. ഞാൻ പഠിക്കണമെന്ന് ഒരു ബാലരമയെ കണ്ട ചെറിയൊരു വരിയിലാണ് നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ അടുപ്പം തോന്നി. അപ്പോൾ ഞാൻ കലണ്ടർ ഫുള്ള് കാണാതെ പഠിച്ചു, ഒരു വർഷത്തെ കാണാതെ പഠിച്ചു. പിറ്റേ വർഷം വന്നപ്പോൾ പിറ്റേ വർഷത്തെ പഠിച്ചു. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, കലണ്ടർ റിപ്പീറ്റ് ചെയ്യുകയാണെന്ന്. കലണ്ടർ കാണാതെ പഠിക്കുക അറിയുമ്പോൾ മനസ്സിലായില്ല എങ്ങനെ എനിക്ക് ഏത് വർഷത്തെ ഡേറ്റ് ചോദിച്ചാലും ഏത് ദിവസമാണെന്ന് അറിയാൻ കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. എത്ര വർഷം ബാക്കോട്ടായാലും മുന്നോട്ടായാലും ഏത് ഡേറ്റ് ചോദിച്ചാലും ദിവസം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2000 ഏപ്രിൽ 10 ഏതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും 15 മൺഡേ ആണെന്ന്. ഓ അല്ല, അത് സാറ് പറയുന്നത് അപ്പോൾ എന്തിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും? കാൽക്കുലേഷൻ. ഇത് ഇങ്ങനെ ഒരു എല്ലാ പ്രോബ്ലങ്ങൾക്കും ഇവിടെ സോൾവ് ഉണ്ട്, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. അതിന്റെ യഥാർത്ഥ ഉത്തരം അറിയുന്നവർക്ക് അതിന് ഉത്തരം പറയാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റും. ഞാൻ അതിന്റെ യഥാർത്ഥ രീതി കൂടെ പോയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. എത്ര വർഷം ബാക്കോട്ടായാലും മുന്നോട്ടായാലും കലണ്ടർ ഒരു പ്രത്യേക രീതിയിൽ റിപ്പീറ്റ് ചെയ്യും. 1914 ഏപ്രിൽ 1 ദിവസം ഏതായിരിക്കും? 1914 ഏപ്രിൽ 2026 കലണ്ടറുമായിട്ട് സെയിം വരും. ഓ 2026 കലണ്ടർ പറഞ്ഞാൽ ഇത് 2025 അല്ലേ? അപ്പം 26 എന്ന് പറഞ്ഞാൽ 2008 2006 കലണ്ടർ 2008 കലണ്ടർ സെയിം വരും. ശരി. 1921 അല്ല 14 ഏപ്രിൽ 1
ബുധനാഴ്ച വെനസ്ഡേ നേരത്തെ പറഞ്ഞ കറക്റ്റ് 1900. അപ്പൊ ഞാൻ എങ്ങനെ കണ്ടെത്തിയെന്ന് വെച്ചാല് അത്രയും ബാക്കോട്ട് ആയതുകൊണ്ട് നമുക്കറിയില്ല. പക്ഷേ കലണ്ടർ 28 വർഷം കൂടുമ്പോൾ എന്തായാലും റിപ്പീറ്റ് ചെയ്യും. 28 വർഷം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് 28 അതുകൊണ്ട് 56 വർഷം കൂടുമ്പോൾ റിപ്പീറ്റ് ചെയ്യും. അതിന്റെ നെക്സ്റ്റ് ഇതാണ് 112. ശരി. അപ്പോൾ ഞാൻ 1914 112 കൂട്ടി. അപ്പോൾ ഒരു 100 കൂട്ടിയാൽ 2024 അതിക്കൊരു 10 കൂട്ടിയാൽ 2026. 26ത്തെ കലണ്ടർ സെയിം ആണെന്ന് മനസ്സിലായി. 26ത്തെ കലണ്ടർ എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഒരു 28 കുറച്ചു. 28 കുറച്ചാൽ അതിന് പിന്നെ 26 16 2006 96 96 2 വർഷം 98 98ത്തെ കലണ്ടർ സെയിം ആണെന്ന് മനസ്സിലാവും. സാർ, ഇത് ചെറുപ്പത്തിൽ എന്ന് മുതലേ ശരിക്കും ഇങ്ങനെ കലണ്ടറിനോട് ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് മുതലാ? ഞാൻ ITC പഠിക്കണം. ഞാൻ പറഞ്ഞ ഒരു ബാലരമ വായിച്ച ഒരു വരിയാണ്. ആ ഒരു വരിയിലുള്ള എത്ര വർഷമായിട്ടുണ്ടാവും ഇതിലൊരു റിസർച്ച് നടത്തി? കറക്റ്റ് 25 വർഷം. 2000 അത് വായിച്ചത് തന്നെ. അതിന് ശേഷം ഇതിന്റെ പിന്നിൽ തന്നെയായിരുന്നു. അതിന്റെ ശേഷം ഇതിൽ ഒരു ഹോബിയാക്കി എടുത്ത് പാഷനാക്കി എടുത്ത് ഇങ്ങനെ പോന്നു. ഇപ്പം എത്ര വർഷം ബാക്കോട്ടും മുന്നോട്ടും ചോദിച്ചാലും അറിയും. ഇപ്പോൾ ഒരു 4 വർഷമായി നമ്മൾ എല്ലാ സംഭവം നമ്മൾ തേടി കണ്ടെത്താൻ പറ്റുമല്ലോ. ഇത് എങ്ങനെ വന്നു, ആരാണ് ഇതിന്റെ പിന്നിൽ, എങ്ങനെയാണ് ഇത് വന്നതെന്നുള്ളതൊക്കെ ഇങ്ങനെ കണ്ടെത്തി അപ്പോൾ മനസ്സിലായി ഇതിൽ ഒരുപാട് പോരായ്മകളുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ പോരായ്മകൾ കണ്ടെത്തുന്നത്. കാരണം ഇത് കണ്ടെത്തുന്നത് ഭൂമി ഉരുണ്ടതാണെന്ന് മനുഷ്യൻ കണ്ടെത്തിയില്ല. ലോകത്ത് 150 വർഷം മുന്നേ ഒരു ഓപ്പറേഷൻ നടന്നിട്ടില്ല. അനസ്തേഷ്യ എന്ന സാധനം കണ്ടെത്തിട്ട് 150 വർഷമായിട്ടുള്ളൂ. പണ്ടൊക്കെ എന്തോ പറ്റിയാൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക, കെട്ടുക എന്നല്ലാതെ വേറെ സംഭവമില്ല. അപ്പം ലോകം ഒരു വാഹനമില്ല, ഒരു സിസ്റ്റം ഇല്ലാത്തൊരു കാലത്തുള്ള ഒരു സംഭവമാണിത്. അത് ഒരുപാട് കാലം ഓടിയത് കൊണ്ട് മാത്രം അത് ശരിയാണെന്നുള്ള സങ്കല്പത്തിൽ ഞാൻ ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ നടന്നിട്ട് ഏതാണ് ഇതിന്റെ അതോറിറ്റി, ആരാണിത് തീരുമാനിക്കണേ? ഇപ്പൊ കേരളത്തിലില്ലാന്ന് ഉറപ്പായി, ഇന്ത്യയിലും ഇല്ലാന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഇവിടെ ഉള്ളതെന്നുള്ള എന്താണെന്നറിയില്ല. ഈ 2026 കലണ്ടർ നമ്മൾ 2025 വർഷം മുന്നേ ജീവിച്ചവരുടെ ചിന്താഗതിയുടെയും സങ്കല്പത്തിൻ്റെയും അനന്തരഫലത്തിൻ്റെ ഒരു കണക്ക് കൂട്ടലിൻ്റെ ബേസിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ 800 കോടി ഉണ്ടെങ്കിൽ ആ 800 കോടിയിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറയാൻ പറ്റുമോ ഇന്ന് സാറ്റർഡേ ആണ് ഇന്ന കാരണം കൊണ്ടാണ്? ഒന്നല്ലെങ്കിൽ ഒരു സിഗ്നൽ ഫ്രീക്വൻസി, ഇപ്പോൾ ഇത് ഗ്രീൻ കളറാണെങ്കിൽ ആ ഗ്രീൻ ആണെന്നുള്ളത് നമുക്ക് സയൻസ് പരമായിട്ട് തെളിയിക്കാൻ പറ്റും. എല്ലാ കളറും മൈക്ക് പ്രതിഫലിച്ച് ഗ്രീൻ മാത്രം ഇത് മൈക്കാണെന്ന് കണ്ടാലറിയാം, തൊട്ട് അറിയാം, സ്മെല്ല്, രുചി, പിന്നെ സിഗ്നൽ, ഫ്രീക്വൻസി, വേവ് ലെങ്ത്, ഇങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഭൂമി കറങ്ങണേ, സൂര്യൻ കറങ്ങണേ, പകല് വരുന്നു, രാത്രി വരുന്നു, അല്ലാതെ ദിവസം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തു, നമ്മൾ സങ്കല്പിച്ചെടുത്തു ഒരു ലൈഫ്. ഒരു സങ്കല്പത്തിന് ഇന്നേ വരെ ഒരു മാറ്റമില്ല. 500 വർഷമായിട്ടൊരു മാറ്റമില്ല, ഒരു സംഭവമില്ല. ഇതിങ്ങനെ എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. എത്ര വലിയ ഇനി പ്രധാനമന്ത്രി ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ഈ ഒരു സിസ്റ്റത്തിലേക്കാണ് ജനിച്ചു വളരുന്നത്. ജനിച്ചു വളരുമ്പോൾ എല്ലാവരും കുട്ടികളാണ്, പിന്നെ അവരെ പഠിപ്പിക്കുകയാണ്. ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30 അവരത് പഠിച്ചു കഴിയുമ്പോൾ അത് ശരിയായി എന്നുള്ള സങ്കല്പത്തിൽ അവർക്ക് അടുത്ത തലമുറ ഉണ്ടാകുമ്പോൾ അവരും പഠിപ്പിക്കും കുട്ടികളെ. ജനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31 ഇത് എന്തിന് ഏതെന്ന് ചിന്തിച്ചാലേ ഇതിൽ മാറ്റം വരുള്ളൂ. ലോകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെക്കുറിച്ച് ചിന്തിച്ച് പഠനം നടത്തുമ്പോഴാണ് ആ സിസ്റ്റത്തിൽ മാറ്റം വരിക. ഇല്ലെങ്കിൽ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റമാണ് ശരിയെന്നുള്ള ധാരണയിൽ മനുഷ്യൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഇതിൽ അവിടെ ഒരു ചെറിയൊരു സംശയത്തിൻ്റെ എന്ന് വെച്ചാൽ, ഇങ്ങനെ ഇപ്പോൾ ഇതിൽ പ്രശ്നങ്ങൾ പറഞ്ഞു, അപ്പോൾ ഇതിന് പരിഹരിക്കാൻ കൂടുതൽ എളുപ്പമാവാനാണല്ലോ, കോംപ്ലിക്കേഷൻ ഒഴിവാക്കാനും കൂടുതൽ എളുപ്പമാവാനും അതിന് സാർ മുന്നോട്ട് വെക്കുന്ന ആ രീതി എങ്ങനെയാണ്? അത് അതിൻ്റെ ഒരു ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ചാർട്ട് ഉണ്ടായിരുന്നു. കലണ്ടർ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, നോട്ടീസ് അടിച്ചിട്ടുണ്ടായിരുന്നു. കലണ്ടർ 12 മാസം തന്നെയാണ്, 365 ദിവസം തന്നെയാണ്. എല്ലാ മാസവും 30 ദിവസമാണ്. ഒന്നും സംഭവിക്കാൻ പോണില്ല, സങ്കല്പമാണ്. എല്ലാ മാസവും 1-ാം തീയതി തിങ്കളാഴ്ച തന്നെ തുടങ്ങും. അത് ശരി. മനുഷ്യന് തോന്നുകയാണ് ഇത് മനുഷ്യനാണ് പേരിട്ട്. നമ്മളിവിടെ തിങ്കൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ തിങ്കളല്ല, കർണാടകയിലെ തിങ്കളല്ല, അവര് വേറെ പേരുകളാണ്. ഒന്നും സംഭവിക്കാൻ പോണില്ല, ഓരോ പേരും ഇല്ല. ഇവിടെ ഒരു സ്കൂളൊന്ന് തുറക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അധ്യാപകന് പറയാൻ പറ്റുമോ ഇവിടെ വലിയ നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ കാലുകുത്തി 1969 ജൂലൈ 21 ഏത് ദിവസമാണ്? നമ്മൾ ചാന്ദ്രദിനം വലിയ സംഭവമായിട്ട് ആഘോഷിക്കണ്ടല്ലോ, ഡേറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ഹിരോഷിമ ദിനം ഹെഡിങ് സ്കൂളിലൊക്കെ ഹിരോഷിമ ദിനം ഹെഡിങ് ദിനമാണ്, പക്ഷെ ഡേറ്റേ കൊടുക്കുള്ളൂ, ദിവസം ഏതാണെന്ന് പറയാൻ പറ്റില്ല. നാഗാസാക്കി ദിനം സ്വാതന്ത്ര്യ ദിനം എന്നാണ്, പക്ഷെ ഡേറ്റേ ഉള്ളൂ, ദിവസം ഉണ്ടാവില്ല. ഇപ്പോഴത്തെ കലണ്ടർ പ്രകാരം ലോകത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചാൽ
2-3 വർഷം കൊണ്ട് അത് ഏത് ദിവസമാണെന്ന് മനുഷ്യൻ മറന്നു പോകും. അപ്പോൾ ഉദാഹരണം സാറേ, 1947 ആഗസ്റ്റ് 15 അന്ന് ഫസ്റ്റ് അന്നൊരു ഒരു ദിവസം ഉണ്ടല്ലോ, ആ ദിവസം ഫ്രൈഡേ ആണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ 1900 പിന്നെ ഈ 2015 2025 2026 ആഗസ്റ്റ് 15 ആഘോഷിക്കുമ്പോൾ ഫ്രൈഡേ ആയിക്കോണമെന്നില്ലല്ലോ. അതാണ് സാറ് പറയുന്നിടത്ത് ഏത് കാലം വന്നാലും ആ ഫ്രൈഡേ ആണ് അന്നാണെങ്കിൽ പിന്നെ അതേ വരുള്ളൂ. അപ്പൊ ആളുകൾക്ക് ദിവസത്തിൽ പ്രശ്നങ്ങൾ വരില്ല. അങ്ങനെയാണ് വരേണ്ടതിരുന്നത്. ഇപ്പൊ അത് എന്തുകൊണ്ട് ചോദ്യം ചെയ്യില്ല വെച്ചാൽ അത് ശീലമായി പോയി. ഒരു തെറ്റ് ഒരുപാട് കാലം ഓടിക്കഴിഞ്ഞാൽ ശീലമാവും. ഇല്ലെങ്കിൽ നമ്മൾ ചോദ്യം ചോദിക്കുമായിരുന്നു, ഞാൻ ജനിച്ചത് വെള്ളിയാഴ്ചയാണ്, പിന്നെ എങ്ങനെ ഈ വർഷം ശനിയാഴ്ച വന്നതെന്ന്. പിറ്റേ വർഷം ഞായറാഴ്ച വരും, പിറ്റേ വർഷം ഏതാ വരികയെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അത് മറന്നു പോകും. അത് മറവിലേക്കുള്ള ടെൻഡൻസിയാണ് കൂട്ടുക. നമ്മളെ ഈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി കൂടും, സ്ട്രെസ് കുറയും, ഡിപ്രഷൻ കുറയും എന്നൊക്കെ നമ്മൾ തെളിയിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ കാര്യവും ഓട്ടോമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് ഓട്ടോമാറ്റിക് സെറ്റ് ആകുകയാണ്. പിന്നെ നമ്മൾ ആ കലണ്ടർ മറിച്ച് നോക്കുക, അല്ലേ ഇതേതാ ദിവസം അതേതാ ഡേറ്റ് എന്നുള്ള ഒരു സംഭവമേ ഉണ്ടാവുന്നില്ല. അത്രയും അഡ്വാൻസ്ഡ് ആവും. അപ്പോൾ 365 ദിവസം, അതേപോലെ തന്നെ പിന്നെ മാസത്തിൽ എല്ലാം 30 ദിവസം, എല്ലാ മാസം 30 ദിവസം. അപ്പം 12 മാസം 360 ദിവസമേ വരുള്ളൂ. ബാക്കി 5 ദിവസം ഉണ്ടാവും. ആ 5 ദിവസം നമ്മൾ ഡിസംബറിൽ മാത്രം കൊടുത്താൽ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ആവും. ഒരു വർഷത്തിൻ്റെ ഇയർ എൻഡാണ്, ഒരു വർഷം പുതിയൊരു വർഷം തുടങ്ങണേൻ്റെ ഒരു വർഷത്തിന്റെ അവസാനമാണ്, പ്ലസ് വേറൊരു വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് നമ്മളേതായ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മളെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെതായ സ്റ്റോക്ക് എടുപ്പ്, അല്ലെങ്കിൽ ബിസിനസ് ടൂറുകൾ, ഇനി ഒരു കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവർക്കൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു 5 ദിവസം എക്സ്ട്രാ കിട്ടുന്നത് പോലെ ഉണ്ടാവും. ലൈഫ് വേറെ സ്റ്റൈലിലായി മാറും. അത്രയും അഡ്വാൻസ്ഡ് ആവും. ഇപ്പം ഒരു ചെറിയൊരു യാത്ര പോകാൻ പോലും കുടുംബത്തിന് പറ്റില്ല. ഭാര്യയ്ക്ക് ഒഴിവുണ്ടാകുമ്പോൾ ഭർത്താവിന് ഒഴിവുണ്ടാവില്ല, ഭർത്താവിന് ഒഴിവുണ്ടാകും ഭാര്യയ്ക്ക് ഒഴിവുണ്ടാവില്ല, ഇവർക്കുണ്ടാക്കും ഒഴിവുണ്ടാകും, കുട്ടികൾക്ക് ഒഴിവുണ്ടാവില്ല. ആ ഒരു സിസ്റ്റമാണ് ഇപ്പോഴത്തെ. നമ്മൾ ഈ സിസ്റ്റം ഇതിനൊക്കെ ഡേറ്റും ദിവസവും പ്രത്യേകം ഉണ്ട്. നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് ഫംഗ്ഷൻ നടക്കണം, അതിനൊക്കെ ഡേറ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, 10-ാം തീയതി. മറ്റവന് മനസ്സിലാവും ഏതാ ദിവസം നോ വരും. അത്രയും അഡ്വാൻസ്ഡ് ആവും. ഇതൊരു ഡേറ്റ് പറഞ്ഞാൽ ഏതാ ദിവസം വേറെ പറയണം. ശരി, കറക്റ്റ്. അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു ഫസ്റ്റ് എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിച്ച് അടുത്ത എപ്പിസോഡിലേക്ക് പ്രവേശിക്കാൻ തോന്നുന്നു. അപ്പോൾ പ്രിയമുള്ള ശ്രോതാക്കളെ, ഇന്നത്തെ സവിശേഷം പരിപാടിയിൽ ബഹുമാനായ സാർ ഷാജഹാൻ സാറിൻ്റെ കൂടെയാണ് ഗ്രിഗോറിയൻ കലണ്ടറിൽ വരേണ്ട അതിൻ്റെ പ്രശ്നങ്ങളും അതിലേക്കുള്ള പരിഹാരമെന്ന വണ്ണം പുതിയൊരു കലണ്ടറിൻ്റെ ഒരു പദ്ധതി അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി. അതിൻ്റെ ചില വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. തുടർന്നുള്ള എപ്പിസോഡുകൾ നമുക്കതിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. ഇതുവരെയും നമ്മുടെ കൂടെ ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത ഷാജഹാൻ സാറിന് ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം ശ്രവിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.